പെരിങ്ങോട്ടുകര വ്യാജ പീഡനക്കേസിലെ ഒന്നാം പ്രതി കാനാടി പ്രവീൺ വേണുഗോപാൽ അറസ്റ്റിലായി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം തകർക്കുന്നതിന് വേണ്ടി വൻ ഗൂഢാലോചനയുടെ സൂത്രധാരൻ പ്രവീൺ അറസ്റ്റിലായി. കർണാടക പോലീസ് ഹരിപ്പാട് നിന്നും ശനിയാഴ്ച രാവിലെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിന്റെ അധികാരം പിടിച്ചടക്കുന്നതിനും ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനും വേണ്ടിയും സഹോദരന്മാരും മക്കളും ക്ഷേത്രത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ക്ഷേത്രം പിടിച്ചടക്കുന്നതിന് വേണ്ടി നടത്തിയ വൻ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിയുന്നത്. ഇതിന്റെ പേരിൽ ക്ഷേത്രം തന്ത്രിയുടെയും മരുമകന്റെയും പേരിൽ വ്യാജ പീഡനക്കേസുകൾ ഉണ്ടാക്കുകയും തന്ത്രിയുടെ മരുമകനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. തന്ത്രിയും കുടുംബവും കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയ്ക്ക് ഇതിലെ ചതിയും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്നുള്ള പരാതി കൊടുത്തു. പരാതിയെ തുടർന്ന് ബാംഗ്ലൂർ ബാനസവാടി ഉമ്മാശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി ശ്രീരാഗ് കാനാടി, സ്വാമിനാഥൻ കാനാടി തുടങ്ങി 7 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒന്നാം പ്രതി FIR പ്രകാരം തന്ത്രിയുടെ ജ്യേഷ്ഠന്റെ മകൻ കാനാടി പ്രവീണാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കൂടാതെ ഇതിൽ വൻ ഗൂഢാലോചന നടന്ന സഹോദരങ്ങൾക്കും മക്കൾക്കുമെതിരെ പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കുറ്റപത്രപ്രകാരം 12 പ്രതികളാണുള്ളത്. ഇതിൽ 6 പേർ തന്ത്രിയുടെ സഹോദരന്മാരും മക്കളും 6 പേർ കർണാടക സ്വദേശികളുമാണ്. അതുപോലെ തന്നെ അറസ്റ്റിലായ പ്രതികൾക്ക് തന്ത്രിയുടെ സഹോദരന്മാരായ ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, രജിത സ്വാമിനാഥൻ എന്നിവരുടെ അക്കൗണ്ടിൽ നിന്നും കോടികൾ കൈമാറിയിട്ടുള്ള രേഖകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര മുതലുകൾ നശിപ്പിച്ചതിനെ തുടർന്ന് ദേവദാസ്, വേണുഗോപാൽ എന്നിവരുടെ ജാമ്യം റദ്ദാവുകയും അവർ 1 മാസമായി ഒളിവിലുമാണ്. അവരെയും കർണാടക പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കർണാടക പോലീസ് പ്രവീണിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതുകൂടാതെ ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം അപഹരിച്ചതിനും ക്ഷേത്രം മുതൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും ഇവർക്കെതിരെ കേസ് നിലവിലുണ്ട്. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതിപ്പോൾ കേരള സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ്.